Hi dear students, welcome back. ഈ ഒരു ലെക്ചറിൽ CE 407 ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് 2ലെ 6th മൊഡ്യൂളിൽ നിന്നുള്ള സെക്കൻഡ് ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് കൺസിഡേർഡ് ഫോർ ഡിസൈൻ ഓഫ് എ ഹാർബർ. അപ്പോൾ ഒരു ഹാർബർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്, സൈറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയാസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഡിസൈൻ ഓഫ് ഹാർബർ. അപ്പോൾ കഴിഞ്ഞ ലെക്ചറിൻ്റെ ലാസ്റ്റ് സ്ലൈഡിൽ നമ്മൾ ഹാർബർ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ അതുകൂടി ഈ ഒരു ടോപ്പിക്കിൽ വരുന്നതാണ്. ഞാൻ കഴിഞ്ഞ ലെക്ചറിൽ അതങ്ങ് കവർ ചെയ്ത് തീർത്തതേ ഉള്ളൂ. അപ്പോൾ ആ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ലാസ്റ്റ് പഠിച്ച ആ ഒരു ഇക്വേഷൻ ഈ ഒരു ലെക്ചറിൻ്റെ കൂടെയാണ് വരേണ്ടത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഇൻ ദ ഡിസൈൻ ഓഫ് എ ഹാർബർ. ഒരു ഹാർബർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ്: ഫസ്റ്റ് വൺ, സൈറ്റ് സെലക്ഷൻ. അടുത്തത് ഷേപ്പ് ഓഫ് ഹാർബർ, ഡെപ്ത് ഓഫ് ഹാർബർ, മറൈൻ സർവേ, ഹാർബർ പ്ലാനിംഗ്, ഫീച്ചേഴ്സ് ഓഫ് പോർട്ട്, ഡിഫക്റ്റ് ഇൻ ഹാർബർ, റിക്വയർമെൻറ്റ്സ് ഓഫ് ഗുഡ് ഹാർബർ, ഷിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഹാർബർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഓരോ പോയിൻ്റായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് ഇൻ ദ സൈറ്റ് സെലക്ഷൻ ആർ. ഒരു ഹാർബറിൻ്റെ സൈറ്റ് സെലക്ഷന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, അവൈലബിലിറ്റി ഓഫ് ചീപ്പ് ലാൻഡ് ആൻഡ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ ഹാർബർ എന്ന് പറയുമ്പോൾ ഒരു വാസ്റ്റ് ഏരിയയിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ കടലിലേക്ക് അല്ലെങ്കിൽ കടൽ തീരത്തേക്ക് അകത്തേക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും നമുക്ക് ആ തീരത്തിനോടടുത്ത് നമുക്ക് കുറച്ച് ലാൻഡ് അക്യൂർ ചെയ്യേണ്ടി വരും. അപ്പോൾ ചീപ്പ് ലാൻഡും അതേപോലെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസൊക്കെ അവിടെ ലോക്കലി അവൈലബിളും ആയിരിക്കണം. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി. അപ്പോൾ ഹാർബർ കൺസ്ട്രക്ട് ചെയ്യുന്ന ആ പോയിന്റിൽ ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റിയൊക്കെ സ്മൂത്ത് ആയിരിക്കണം. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ലൊക്കാലിറ്റി. അപ്പോൾ തൊട്ടടുത്ത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻ്റ് ഉള്ള ഏരിയ ആണെങ്കിൽ അത് നമ്മൾ സൈറ്റ് സെലക്ഷന് കൂടുതൽ പ്രിഫർ ചെയ്യും. കാരണം അത്രയും ഇപ്പോൾ ഇൻഡസ്ട്രീസ് ഉള്ള ഏരിയയൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഹാർബർ കൊണ്ട് പ്രയോജനമുള്ളൂ. അതല്ലാതെ നമ്മളൊരു ഗ്രാമപ്രദേശത്ത് കൊണ്ട് ഹാർബർ വെച്ചിട്ട് കാര്യമില്ല. നാച്ചുറൽ പ്രൊട്ടക്ഷൻ ഫ്രം വിൻഡ് ആൻഡ് വേവ്സ്. ഓക്കെ, നമ്മൾ ഹാർബർ എന്തായാലും കൺസ്ട്രക്റ്റ് ചെയ്യും, കുറേ വർക്കുകളൊക്കെ നമുക്ക് ചെയ്യണം. എങ്കിലും നാച്ചുറൽ പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള മലകളോ കുന്നുകളോ കുറച്ച് ലാൻഡ് ഫില്ലിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി വർക്കുകൾ, നമ്മുടെ ആർട്ടിഫിഷ്യൽ വർക്കിൻ്റെ കോസ്റ്റ് കുറക്കാൻ പറ്റും. അപ്പോൾ വിൻഡിൽ നിന്നും വെയിവിൽ നിന്നൊക്കെ ഉള്ള നാച്ചുറൽ പ്രൊട്ടക്ഷൻ വർക്കുകൾ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സൈറ്റ് വേണം പ്രിഫർ ചെയ്യാൻ. ട്രാഫിക് പൊട്ടൻഷ്യാലിറ്റി ഓഫ് ഹാർബർ. അപ്പോൾ ഹാർബറിലേക്ക് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവരേണ്ടി വരും. അതേപോലെ ഹാർബറിൻ്റെ അകത്തേക്ക് ട്രാഫിക് കഞ്ചഷൻ ഉള്ള ഏരിയാസൊക്കെ ആണെങ്കിൽ അത് കൺസ്ട്രക്ഷന് കുറച്ച് ബാധിക്കും. അപ്പോൾ അങ്ങനെ ട്രാഫിക് പൊട്ടൻഷ്യാലിറ്റി കുറവുള്ള, അതായത് ഹാർബറിൻ്റെ തൊട്ടടുത്ത് ഹെവിലി പോപ്പുലേറ്റഡോ അല്ലെങ്കിൽ മെയിൻ റോഡുകളോ ഒന്നും പോകുന്നില്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഏരിയ വേണം സ്റ്റാർട്ടിങ്ങിന് എടുക്കാൻ. അവൈലബിലിറ്റി ഓഫ് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് ഫ്രഷ് വാട്ടർ. ഓക്കെ, അപ്പോൾ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിസിറ്റി, അതേപോലെ അവിടുത്തെ വർക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള ഫ്രഷ് വാട്ടർ, ഈ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതേപോലെ സീബെഡ്, സബ്സോയിൽ, ഫൗണ്ടേഷൻ കണ്ടീഷൻ. അപ്പോൾ ഹാർബർ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന സ്ഥലത്തെ സീബെഡ് എങ്ങനെ ഇരിക്കുന്നു, അവിടുത്തെ സബ്സോയിൽ എങ്ങനെയാണ്, ഫൗണ്ടേഷൻ കണ്ടീഷൻ എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുത്തെ സൈറ്റ് സെലക്ഷൻ ക്രൈറ്റീരിയ കഴിയും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു സൈറ്റ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഷേപ്പ് ഓഫ് ഹാർബർ. നമ്മൾ ഹാർബർ ഒരു സൈറ്റൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. വൺ ഓഫ് ദ പിയർ ഹെഡ് ഷുഡ് പ്രൊജക്റ്റ് എ ലിറ്റിൽ ബിയോണ്ട് ദ അതർ. ഇപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, ഇത് നമ്മുടെ സീ ഷോറാണ്, ഇത് നമ്മുടെ സീ ആണ്. ഇവിടെ നിന്ന് പല വേവ്സും പല ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളത് ഒരു ബാക്ക് വാട്ടർ ഈ രീതിയിലും അടുത്ത ബാക്ക് വാട്ടർ ഈ രീതിയിലും, ഇതിൻ്റെ അറ്റത്ത് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പ്രൊജക്ഷനെയാണ് പിയർ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വർക്കാണ് ബാക്ക് വാട്ടർ. ഈ ബാക്ക് വാട്ടറിൻ്റെ അറ്റത്ത് നമ്മൾ സ്മൂത്ത് ഫ്ലോ ഓഫ് വാട്ടറിന് വേണ്ടിയിട്ട് ഒരു പിയർ ഹെഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിയർ ഹെഡ് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞത്, ഒരു പിയർ ഹെഡ് ഇവിടെയും ഒരു പിയർ ഹെഡ് അതിൻ്റെ താഴെ ആയിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ ഇങ്ങനെ അടിക്കുന്ന വേവ് ഒന്നും ഇതിൻ്റെ അകത്തേക്ക് എഫക്റ്റ് ചെയ്യില്ല. വരുന്ന വെസൽസിന് ഇതിൻ്റെ അകത്തുകൂടി ഫ്രീ ആയിട്ട് ഇതിൻ്റെ അകത്തേക്ക് എൻട്രൻസ് ചെയ്യാനും പറ്റും. ഇൻസൈഡ് ദ പിയർ ഹെഡ് ദ വിഡ്ത്ത് ഷുഡ് വൈഡൻ റാപ്പിഡ്ലി. ഓക്കെ, അപ്പോൾ പിയർ ഹെഡ് ഉള്ള പോയിന്റിൽ ഇത്രേ ഉള്ളൂ വിഡ്ത്ത്. അപ്പോൾ അത് കഴിഞ്ഞ് അകത്തേക്ക് കയറും തോറും വിഡ്ത്ത് ഗ്രാജുവലി കൂടുകയാണ് ഹാർബറിൻ്റെ. അപ്പോൾ ആ രീതിയിൽ വേണം ഡിസൈൻ ചെയ്യാൻ. ജനറൽ ഷേപ്പ് ഷുഡ് ബി ഒബ്റ്റെയിൻഡ് ബൈ സീരീസ് ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ്.
ഇനി അടുത്തത് ഹാർബറിൻ്റെ അകത്ത് കോമൺ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് പാർട്സാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഒന്ന് ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യു എ ആണ്. ഈ കാണുന്നത് പി എന്നാണ് നൊട്ടേറ്റ് ചെയ്തേക്കുന്നത്, എന്ന് വെച്ചാൽ പിയർ ആണ്. ഈ കാണുന്നത് പി എച്ച്, അതായത് പിയർ ഹെഡ് ആണ്. ഈ കാണുന്നത് ബാക്ക് വാട്ടർ ആണ്. അപ്പോൾ ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കുന്നുണ്ട്, ജസ്റ്റ് മെൻഷൻ ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഷേപ്പ് ഓഫ് ഹാർബറിൽ വരുന്നത്. അടുത്തത് ഡെപ്ത് ഓഫ് ഹാർബർ. അപ്പോൾ ഹാർബറിൻ്റെ ടോട്ടൽ ഡെപ്ത് ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു D1 പ്ലസ് H/3 പ്ലസ് D2. D1 എന്താണെന്ന് നോക്കാം. D1 ഈസ് ദ ഡ്രാഫ്റ്റ് ഓഫ് ദ ലാർജസ്റ്റ് ഷിപ്പ് ടു ബി അക്കോമഡേറ്റഡ്. ഏറ്റവും വലിയ ഷിപ്പ്, ആ ഹാർബറിലേക്ക് വരാനായിട്ട് ഉള്ള ഏറ്റവും വലിയ ഷിപ്പ്, അതിൻ്റെ ഡ്രാഫ്റ്റാണ് D1 എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇനി എന്താണ് ഡ്രാഫ്റ്റ്? ഇതാ ഒരു ഷിപ്പ് നമ്മൾ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. ഇതാണ് വെള്ളം. ഈ ഷിപ്പിൻ്റെ എത്ര ഭാഗമാണോ വെള്ളത്തിനടിയിലുള്ളത് ആ ഒരു ഡെപ്തിനെയാണ് നമ്മൾ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു വെസൽ നമ്മൾ വെള്ളത്തിൽ ഇതുപോലെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണെങ്കിൽ, സീയിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ആ വാട്ടർ ലെവൽ മുതൽ അതിൻ്റെ എത്ര പോർഷനാണോ വെള്ളത്തിൻ്റെ അടിയിലുള്ളത് അതിനെയാണ് നമ്മൾ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഷിപ്പിൻ്റെ ഓവറോൾ ലെങ്ത്തിനെ നമ്മൾ ക്യാപിറ്റൽ എൽ എന്നും പറഞ്ഞ് നൊട്ടേറ്റ് ചെയ്യും. അത് ആവശ്യമില്ലെങ്കിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതാണ് D1 എന്ന് പറയുന്നത്. ഇനി D2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അലവൻസ് ഫോർ സ്ക്വെൻറ്റ് ഓഫ് ദ മൂവിങ് ഷിപ്പ്. എന്താണ് സ്ക്വെൻറ്റ്? സ്ക്വെൻറ്റ് ഈസ് ദ ഡിക്രീസ് ഇൻ ഷിപ്സ് അണ്ടർ കീൽ ക്ലിയറൻസ് ഡ്യൂ ടു വെസൽസ് മൂവ്മെൻറ്റ് ഇൻ ദ ഷാലോ വാട്ടർ. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എങ്കിലും ഇപ്പോൾ ഒരു വെസൽ ഇതിപ്പോൾ ചുമ്മാ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. ഈ വെസൽ മുമ്പോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് പ്രൊജക്ഷൻ പതുക്കെ ഒന്ന് താഴും. ഇതിൻ്റെ ഈ ഫ്രണ്ട് പോർഷനെയാണ് നമ്മൾ കീൽ എന്ന് പറയുന്നത്, കീൽ ക്ലിയറൻസ്. അപ്പോൾ കീൽ ക്ലിയറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഡെപ്ത് മുതൽ ബെഡ് വരെ എത്ര ഡെപ്ത് ഉണ്ടോ അതിനെയാണ് നമ്മൾ കീൽ ക്ലിയറൻസ് എന്ന് പറയുന്നത്. അതായത് റിവറിൻ്റെ ഏറ്റവും താഴെയുള്ള ബെഡ് മുതൽ ഈ ഷിപ്പിൻ്റെ എഡ്ജ് വരെ എത്ര ക്ലിയറൻസ് ഡിസ്റ്റൻസ് ഉണ്ടോ. അപ്പോൾ ഷിപ്പ് ഇത് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഷിപ്പിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ച് ഇതിന് ചെറിയൊരു സ്ലൈഡിങ് ഉണ്ടാവും ഫ്രണ്ടിലേക്ക്. അപ്പോൾ ഈ ക്ലിയറൻസ് പതുക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യും. ആ എമൗണ്ടാണ് D2 പറയുന്നത്. അപ്പോൾ D2 ഇസ് ദ അലവൻസ് ഫോർ സ്ക്വിൻ ഫോർ മൂവിങ് ഷിപ്പ്. ക്യാപിറ്റൽ എച്ച് എന്ന് വെച്ചാൽ ഹൈറ്റ് ഓഫ് സ്റ്റോം വേവ്സ്. ആ ഒരു ലൊക്കാലിറ്റിയിൽ ഉണ്ടാകുന്ന സ്റ്റോം വേവ്സിൻ്റെ ഹൈറ്റാണ് ക്യാപിറ്റൽ എച്ച്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഡെപ്ത് ഓഫ് ഹാർബർ കണ്ടുപിടിക്കാം. അതല്ലാതെ നമുക്ക് രണ്ട് എംപിരിക്കൽ ഇക്വേഷൻ ഉണ്ട്. മാക്സിമം ഹാർബർ ഡെപ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡഡ് ഡ്രാഫ്റ്റ് പ്ലസ് 1.2 മീറ്റർ വെൻ ദ ബോട്ടം സോയിൽ ഈസ് സോഫ്റ്റ്. അതേപോലെ മാക്സിമം ഹാർബർ ഡെപ്ത് ഇസ് ഈക്വൽ ടു ലോഡഡ് ഡ്രാഫ്റ്റ് പ്ലസ് 1.8 മീറ്റർ വെൻ ദ ബോട്ടം ഈസ് റോക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് മാക്സിമം ഹാർബർ ഡെപ്ത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഏറ്റവും താഴെ സീയുടെ ഏറ്റവും താഴെ സോഫ്റ്റ് സോയിലാണ് അവൈലബിൾ എങ്കിൽ മാക്സിമം ഹാർബർ ഡെപ്ത് എന്ന് പറഞ്ഞാൽ ലോഡഡ് ഡ്രാഫ്റ്റ് പ്ലസ് 1.2 ആണ്. മാക്സിമം ഹാർബർ ഡെപ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഡഡ് ഡ്രാഫ്റ്റ് പ്ലസ് 1.8 ആണ്. എന്താണ് ഡ്രാഫ്റ്റ്? ഡ്രാഫ്റ്റ് വെർട്ടിക്കൽ ലൈൻ മെഷറും ഇമ്മേർഷൻ ഓഫ് ഷിപ്പ് ബിലോ ദ വാട്ടർ സർഫസ് ഫോർ ദ ഷിപ്പ് ടു ഫ്ലോട്ട് ഇൻ എ സ്റ്റേബിൾ കണ്ടീഷൻ. അപ്പോൾ ലോഡഡ് ഡ്രാഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോഡഡ് ആയിട്ടുള്ള ഷിപ്പ് നമ്മൾ വെള്ളത്തിലേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഒരു ഇമ്മർഷൻ ഡെപ്ത് എത്രയാണോ അതാണ് ലോഡഡ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ 1.2 1.8 മീറ്റർ എക്സ്ട്രാ അലവൻസ് കൊടുക്കും. അതാണ് നമ്മുടെ ഹാർബറിന് വേണ്ട മിനിമം ഡെപ്ത് ആയിട്ട് പറയുന്നത്. അടുത്തത് മറൈൻ സർവേ. അപ്പോൾ അടുത്തത് നമ്മളൊരു ഹാർബർ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മറൈൻ സർവേ ആണ്. ടു കളക്ട്, ഇപ്പോൾ സർവേ എന്ന് വെച്ചാൽ എന്താണ്? സർവേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലൊക്കാലിറ്റീനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മറൈൻ സർവേ എന്ന് പറയുമ്പോൾ എന്താ പറയുക, വെള്ളത്തിലുള്ള സർവേ ആണ്. അപ്പോൾ വെള്ളത്തിൻ്റെ താഴെയുള്ള ബെഡിൻ്റെ ടോപ്പോഗ്രഫി, ലെവല്, ഹൈറ്റ് ഇതൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ടു കളക്ട് ദ ഇൻഫർമേഷൻ അബൌട്ട് ഏരിയ ബിഫോർ ഫൈനലൈസിങ് ദ ലേഔട്ട് ഓഫ് ഹാർബർ. അപ്പോൾ ഹാർബറിൻ്റെ ലേഔട്ട് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവിടുത്തെ ടോപ്പോഗ്രാഫിക് സർവേ എടുക്കണം. അപ്പോൾ രണ്ട് സർവേ ആണ് നമ്മൾ മറൈൻ സർവേയിൽ ചെയ്യുന്നത്. ഒന്ന് ടോപ്പോഗ്രാഫിക് സർവേയും ഒന്ന് ഹൈഡ്രോഗ്രാഫിക് സർവേയും. ആദ്യം തന്നെ ടോപ്പോഗ്രാഫിക് സർവേ. ടു ഒബ്റ്റെയിൻ ഗ്രൗണ്ട് കോണ്ടൂർസ് അറ്റ് ഇൻ്റർവെൽസ് ഓഫ് 0.5 to 1.5 മീറ്റർ. ഓക്കെ, അപ്പോൾ ഗ്രൗണ്ടിലെ കോണ്ടൂർസ് കണ്ടുപിടിക്കണം. ടോപ്പോഗ്രാഫിക് സർവേ എന്ന് പറയുമ്പോൾ ഗ്രൗണ്ടിൻ്റെ ലെവൽ അത് ഓരോ 0.5 to 1.5 മീറ്റർ ഇൻ്റർവെല്ലിൽ നമ്മൾ ആ ഗ്രൗണ്ടിൻ്റെ കോണ്ടൂർ എന്ന് പറയുമ്പോൾ ലെവൽ ഡിഫറൻസ് ഒക്കെ കണ്ടുപിടിച്ച് പോകണം. പ്രൊമിനൻറ്റ് ഇറഗുലാരിറ്റീസ് അറ്റ് 30 മീറ്റർ ഇൻ്റർവെൽ ഷുഡ് ബി എക്സാമിൻഡ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു സീ ബെഡിൽ
ഒരു ലെവൽ ഇവിടെ ആയിരിക്കും, ഒരു ലെവൽ ഇവിടെ ആയിരിക്കും, ഒരു ലെവൽ ഇവിടെ ആയിരിക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു 30 മീറ്റർ ഇൻ്റർവെൽ കൂടുമ്പോൾ നല്ല ഇറഗുലാരിറ്റീസ് ഉള്ള ഏരിയ ആണെങ്കിൽ അത് നമ്മൾ പ്രോപ്പറായിട്ട് എക്സാമിൻ ചെയ്യണം. അപ്പം ഇങ്ങനത്തെ ഏരിയയിലാണെങ്കിൽ നമുക്ക് ഹാർബറിൻ്റെ ഡെപ്ത് എടുക്കുമ്പോൾ കൺഫ്യൂഷൻ വരും. ഓക്കെ, അടുത്തത് ഈ ഒരു ടോപ്പോഗ്രാഫിക് സർവേയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ലൊക്കേഷൻ ഓഫ് ദ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ആൻഡ് അതർ സ്ട്രക്ചേഴ്സ്. അപ്പോൾ സീഷോറിൽ ഇരിക്കുന്ന ഓൾറെഡി ഇരിക്കുന്ന ബിൽഡിങ്ങിൻ്റെയും മറ്റ് സ്ട്രക്ചേഴ്സിൻ്റെയും ലൊക്കേഷൻ ഓഫ് ബോറിംഗ് ആൻഡ് ടെസ്റ്റ് പിറ്റ്സ്. ബോറിംഗ് പിറ്റ്സും ടെസ്റ്റ് പിറ്റ്സിൻ്റെയും ലൊക്കേഷൻ ഏതൊക്കെയാണ്? പ്രൊമിനൻറ്റ് ലാൻഡ്മാർക്സ്, അവിടെ ലാൻഡ്മാർക്സ് ആയിട്ട് ഏതെങ്കിലും പ്രൊമിനൻറ്റ് പള്ളികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം. അടുത്തത് ഫോർ ലൊക്കേറ്റിംഗ് ഷോർ ലൈൻ ആൻഡ് ഹൈ ടൈഡ് പൊസിഷൻ. ഹൈഡ്രോഗ്രാഫിക് സർവേ നമ്മൾ ലൈനും ഹൈ ടൈഡിൻ്റെ പൊസിഷനും ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫോർ ദിസ് വി ജനറലി യൂസ് ഫാത്തോമീറ്റർ ഓർ എക്കോ സൗണ്ടർ. അപ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു ലെവൽ ഡിഫറൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫാത്തോമീറ്റർ അല്ലെങ്കിൽ എക്കോ സൗണ്ടർ. പ്ലേസ് ദിസ് ഇൻസ്ട്രുമെൻ്റ് ഓൺ എ മോട്ടാർ ബോട്ട് വിച്ച് ഈസ് ഓൺ എ പ്രീഡിറ്റർമൈൻഡ് റേഞ്ച് ലൈൻ. The automatically register natural profile. It is used to get the profile and obstructions if any, to get the depth using velocity and time. ഇതിൽ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. നമ്മൾ ആ ഒരു വെസലിൻ്റെ അകത്ത് നമ്മൾ ഈ ഫാത്തോമീറ്റർ പ്ലേസ് ചെയ്യും. ഫാത്തോമീറ്റർ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്താൽ മതി. അപ്പം ഇതിൻ്റെ ആ ഒരു ലേസർ അല്ലെങ്കിൽ വർക്കിംഗ് അനുസരിച്ചിട്ട് എവിടെയാണോ റിവർ ബെഡ് വരുന്നത് അവിടം വരെയുള്ള ടൈം നോട്ട് ചെയ്യും. അതേപോലെ ഈ ഒരു പോയിന്റ് എത്തിക്കഴിയുമ്പോഴത്തേക്കും റിവർ ബെഡ് എവിടെയാണോ അവിടുത്തെ ആ ഒരു ടൈം കിട്ടും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിൻ്റെ അകത്ത് ഈ ഒരു ഡെപ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ എന്ത് മെറ്റീരിയലിലാണോ ഹിറ്റ് ചെയ്തേക്കുന്നത് പറയാൻ പറ്റും. ഇപ്പോൾ സോയിൽ ബെഡ് തന്നെയാണോ അതോ റോക്ക് പാർട്ടിക്കിളാണോ എന്നുള്ളത് നമുക്ക് ആ ഒരു മീറ്ററിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ആ വാട്ടർ പ്രൊഫൈൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഈ ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഹാർബർ പ്ലാനിങ്, ഹാർബറിൻ്റെ പ്ലാനിങ് സ്റ്റേജിൽ വരുന്ന കാര്യങ്ങൾ. സർവേ ഓഫ് ഫോർ ഷോർ ആൻഡ് ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ ദ വിസിനിറ്റി. അപ്പോൾ ഫോർ ഷോർ പിന്നെ വാട്ടർ ഡെപ്തിൻ്റെയും തറോ ആയിട്ടുള്ള സർവേ നമുക്ക് ആവശ്യമുണ്ട്. സൗണ്ടിങ് ഷുഡ് ബി ടേക്കൺ ടു ഡിറ്റർമൈൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രൗണ്ട്. അപ്പോൾ ഗ്രൗണ്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ബോറിങ്സും സൗണ്ടിങ്സും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടി വരും. നേച്ചർ ഓഫ് ഹാർബർ ഷുഡ് ബി സ്റ്റഡി. അവിടെ ഹാർബർ നമ്മൾ പണിയാൻ പോകുന്ന ഏരിയയിലുള്ള നേച്ചർ എങ്ങനെയാണെന്നുള്ളത് സ്റ്റഡി ചെയ്യണം. നേച്ചർ എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് ഏത് ടൈപ്പ് ഹാർബറാണോ വേണ്ടത്. ഇപ്പോൾ കൊമേഴ്ഷ്യൽ ഹാർബറാണോ മറൈൻ ഹാർബറാണോ, അപ്പോൾ ആ നേച്ചർ എന്താണോ അതിന് ആപ്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. എക്സിസ്റ്റൻസ് ഓഫ് സീ ഇൻസെക്ട്സ് വിച്ച് അണ്ടർമൈൻ ദ ഫൗണ്ടേഷൻ ഷുഡ് ബി നോട്ടഡ്. അപ്പോൾ നമുക്ക് ഒരുപാട് സീ ഇൻസെക്ട്സ് ഉണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ പണിയാൻ പോകുന്ന സ്ട്രക്ചേഴ്സിൻ്റെ ഒക്കെ താഴെയൊക്കെ തുരക്കുകയും അതിനെ അണ്ടർമൈൻ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ സീ ഇൻസെക്ട്സിൻ്റെ പ്രസൻസ് അവിടെ ഉണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ ചെയ്യണം. സിൽട്ടിങ് ഓർ ഇറോഷൻ ഓഫ് കോസ്റ്റ് ലൈൻ ഷുഡ് ബി കെയർഫുള്ളി സ്റ്റഡി. അപ്പോൾ എല്ലാ സീ ഷോറിലും നമുക്ക് സിൽട്ടിങ് ഇറോഷൻസ് ഒക്കെ നടക്കുന്നുണ്ടാവും. അപ്പോൾ അത് എങ്ങനെയാണ്, എവിടെ നിന്നൊക്കെയാണ് ഇറോഷൻ സംഭവിക്കുന്നത്, എവിടേക്കാണ് ഡെപ്പോസിറ്റ്സ് സംഭവിക്കുന്നത്, അപ്പോൾ അങ്ങനെയുള്ളിടത്താണോ ഹാർബർ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്യണം. നാച്ചുറൽ മെറ്റീരിയോളജിക്കൽ ഫിനോമിന, ദ ഫ്രീക്വൻസി ഓഫ് സ്റ്റോം, rainfall, maximum minimum temperature, direction of wind, direction and velocity of current, etc. should be studied. Okay. അപ്പോൾ മീറ്റിയോളജിക്കൽ ഫിനോമിനോസ് എല്ലാം നമ്മൾ സ്റ്റഡി ചെയ്യണം. ഇപ്പോൾ ഹാർബർ നമ്മൾ വെക്കാൻ പോകുന്ന സ്ഥലത്ത് ഫ്രീക്വൻസി ഓഫ് സ്റ്റോം, എത്ര നാൾ കൂടുമ്പോഴാണ് സ്റ്റോംസ് വരുന്നത്, അതേപോലെ റെയിൻഫോൾ വരുന്നത്, പിന്നെ ആ ഒരു പോയിന്റിലെ മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ എത്രയാണ്, വിൻഡിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്, ഡയറക്ഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് കറണ്ട്, വാട്ടർ കറണ്ടിൻ്റെ ഡയറക്ഷനും എത്രത്തോളം വെലോസിറ്റിയിലാണ് അതൊക്കെ അടിക്കുന്നത്, ഇവ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റഡി ചെയ്യണം. ഇനി അടുത്തത് ഫീച്ചേഴ്സ് ഓഫ് പോർട്ട്. അപ്പോൾ ഹാർബറും പോർട്ടും ഒരു എന്താ പറയുക ക്ലബ് ചെയ്ത് പറയുന്ന ഒരു പോയിൻ്റാണ്. അപ്പോൾ ഹാർബറിൻ്റെ അകത്തുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഹാർബറിൻ്റെ അകത്ത് വരേണ്ട പോർട്ടിലെ ഫീച്ചേഴ്സ്? ഒന്ന്, ഒരു എൻട്രൻസ് ചാനൽ വേണം, അപ്രോച്ച് ചാനൽ വേണം, ടേണിംഗ് ബേസിൻ വേണം, ബെർത്തിങ് ബേസിൻ വേണം, ബ്രേക്ക് വാട്ടർ വേണം, ക്വേ ഓർ വാവ്സ് വേണം, ജെട്ടീസ് ഓർ പിയേഴ്സ് വേണം, ഡോക്സ്, സ്ലിപ്പ് വേസ്, അതർ ഫെസിലിറ്റീസ് ലൈക്ക് ഗോഡൗൺ, ഷെഡ്സ്, ബോയ്സ്, ലൈറ്റ്സ്, ഫയർ പ്രൊട്ടക്ഷൻ ടവേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഫീച്ചേഴ്സ് ഓഫ്
പോർട്ട് എന്ന് പറയണമെന്നില്ല, ഫീച്ചേഴ്സ് ഓഫ് ഹാർബർ എന്ന് എഴുതിയാലും മതി. ഇത് രണ്ടും അർത്ഥമാക്കുന്നത് സെയിം തന്നെ. ഹാർബറിൻ്റെ അകത്തുള്ള ഒരു പ്രത്യേക അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊച്ചിൻ പോർട്ട് എന്നൊക്കെ പറയുന്നില്ല, അത് ആ ഹാർബറിനെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഹാർബറിന് ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഫീച്ചേഴ്സായിട്ട് വരുന്നത്, അല്ലെങ്കിൽ കൺസ്ട്രക്ഷനിൽ വരുന്നത്. എൻട്രൻസ് ചാനൽ, അപ്രോച്ച് ചാനൽ, ടേണിംഗ് ബേസിൻ, ബെർത്തിങ് ബേസിൻ, ബ്രേക്ക് വാട്ടർ, ക്വേ ഓർ വാർഫ്, ജെട്ടീസ് ഓർ പിയേഴ്സ്, ഡോക്സ്, സ്ലിപ്പ് വേസ്, അതർ ഫെസിലിറ്റീസ് ലൈക്ക് ഗോഡൗൺ, ഷെഡ്, ബോയ്സ്, ലൈറ്റ് ഹൗസ്, ഫയർ പ്രൊട്ടക്ഷൻ ടവേഴ്സ്. ഓക്കെ, ഇപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു പിക്ചോറിയൽ വ്യൂ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സീ. അവിടെ നിന്ന് നമ്മുടെ ഹാർബറിൻ്റെ എൻട്രൻസ് ആണിത്. ഈ കാണുന്നതാണ് ഹാർബറിൻ്റെ എൻട്രൻസ്. അപ്പോൾ ഹാർബറിൻ്റെ എൻട്രൻസിലേക്കുള്ള അപ്രോച്ച് ചാനലാണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതാണ് ടേണിംഗ് ബേസിൻ. ഇപ്പോൾ ഹാർബറിൻ്റെയൊക്കെ വരുന്ന ഷിപ്പുകൾ ഒന്നെങ്കിൽ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. അവിടെ നിന്ന് ഇത് എക്സിറ്റിലേക്ക് വരുമ്പോഴാണ് ഈ ടേണിംഗ് ബേസിൻ കറങ്ങി ഇതിലേക്ക് എക്സിറ്റ് ചെയ്യണം. ഇനി അടുത്തത് ലോഡിങ് അൺലോഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു ക്വേ എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം വേണം. അതേപോലെ ചെറിയ ബോട്ടുകളൊക്കെ ലോഡ് ചെയ്യാൻ അൺലോഡ് ചെയ്യാനും ജെട്ടീസ് ഉണ്ട്. ഇനി അടുത്തത് രണ്ട് സൈഡിലും ബ്രേക്ക് വാട്ടേഴ്സ് ഉണ്ട്. അങ്ങനെ പല ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് ഡിഫക്ട്സ് ഇൻ ഹാർബർ. എന്തൊക്കെയാണ് നമ്മൾ ഹാർബർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുള്ള ഡിഫക്റ്റ്? ഒന്നാമത് സൈസിൽ ടു സ്മോൾ ടു അക്കോമഡേറ്റ് ഇൻക്രീസ് ഇൻ ട്രാഫിക്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്ന ട്രാഫിക് എന്ന് വെച്ചാൽ എത്രത്തോളം ഷിപ്സ് ആണോ വരുന്നത് അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പാകത്തിലല്ല കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ അതൊരു ഡിഫക്റ്റ് ആയിരിക്കും. ടു സ്മോൾ ടു അക്കോമഡേറ്റ് ഇൻക്രീസ് ഇൻ ട്രാഫിക്. അടുത്ത ഡെപ്ത് ഓഫ് വാട്ടർ ഇൻസഫിഷ്യൻറ്റ് ഫോർ ഷിപ്സ് ടു ബെർത്ത് സേഫ്ലി. അപ്പോൾ ഹാർബറിൻ്റെ അകത്ത് ഡെപ്ത് ഓഫ് വാട്ടർ കുറവാണെങ്കിൽ അവിടെ ഷിപ്സിന് വന്നിട്ട് സേഫായിട്ട് ബെർത്ത് ചെയ്യാൻ പറ്റത്തില്ല. യൂഷ്വലി ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ സീ ഷോറിൽ നല്ല ഡെപ്ത് ഉണ്ടാവും. നമ്മൾ കരയുടെ അടുത്തേക്ക് വരും തോറും, ഇതിപ്പോൾ കരയാണ്, വാട്ടർ ഡെപ്ത് കുറവായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഹാർബർ അങ്ങനെയുള്ളിടത്ത് പറ്റത്തില്ല. കാരണം നമുക്ക് ഇവിടെയും ഈ ഒരു പോയിന്റിലൊക്കെ നമുക്ക് ഷിപ്സിന് വന്ന് കറക്റ്റായിട്ട് ബെർത്ത് ചെയ്യേണ്ടതാണ്, ലോഡിങ് അൺലോഡിങ്ങിന് വേണ്ടിയിട്ടോ റിപ്പയറിനൊക്കെ വേണ്ടിയിട്ടോ. അപ്പോൾ ഷിപ്പ് വന്ന് നിൽക്കുമ്പോൾ ആ ഷിപ്പിൻ്റെ താഴെ ബോട്ടം താഴെ മുട്ടാതിരിക്കാനും അതിന് ഫ്രീ ആയിട്ട് ബെർത്ത് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഡെപ്ത് അതിന് അവൈലബിൾ ആയിരിക്കണം. ദ ക്വേ ഓർ ലാൻഡിങ് ഏരിയ ഈസ് വെരി നാരോ. അപ്പോൾ നമുക്ക് ഷിപ്സിൽ നിന്ന് വരുന്ന ലാൻഡിങ് ഏരിയ അതിനാണ് ക്വേ എന്ന് പറയുന്നത്. അത് ഒരുപാട് നാരോ ആണെങ്കിൽ അതൊരു ഡിഫക്റ്റാണ്. അത് ആവശ്യത്തിന് ആൾക്കാർക്ക് സേഫായിട്ട് ഇറങ്ങാനും ലോഡിങ്ങിനും അൺലോഡിങ്ങിനും വേണ്ടിയിട്ടുള്ള സ്ഥലം വേണം. നോ ഇനഫ് റൂം ഫോർ കാർഗോ ടു ബി സ്റ്റോർഡ്. ഇപ്പോൾ കാർഗോസൊക്കെ ഒരുപാട് ഒരു ഹാർബറിൽ വരും. അപ്പോൾ അതിനൊക്കെ ഉടനെ ഒന്നും നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ 1-2 ദിവസം നമുക്ക് അവിടെ സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പോൾ കാർഗോ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോർ റൂമുകളൊക്കെ അവിടെ ആവശ്യത്തിന് ഉണ്ടാവണം. ദ വോൾ ഏരിയ ഈസ് കൺജസ്റ്റഡ്, സോ ഫങ്ഷനിങ് കനോട്ട് ബി ക്യാരിഡ് ഔട്ട് പ്രോപ്പർലി. അപ്പോൾ തീരെ സ്പേസ് കുറഞ്ഞാണ് നമ്മളൊരു ഹാർബർ എക്കണോമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹാർബറിൻ്റെ എല്ലാ ഏരിയയും കൺജസ്റ്റഡ് ആയി പോകും. അതായത് റിപ്പയറിംഗ് വർക്ക് നടക്കുന്നതും ലോഡിങ് അൺലോഡിങ് നടക്കുന്നതും പിന്നെ ഡിപ്പാർച്ചർ ചെയ്യാൻ നിൽക്കുന്ന ഷിപ്പുകൾ, ഈ എല്ലാ ഏരിയ അതിൻ്റെ ഫങ്ഷനിങ്ങും ഒക്കെ കൺജസ്റ്റഡ് ആയി പോകും. അപ്പോൾ ഇങ്ങനത്തെ ഡിഫക്റ്റുകളാണ് ഒരു ഹാർബറിൽ കോമൺ ആയിട്ട് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. റിക്വയർമെൻറ്റ് ഓഫ് എ ഗുഡ് ഹാർബർ. ഒരു നല്ല ഹാർബർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? മസ്റ്റ് ഹാവ് സഫീഷ്യൻറ്റ് ഡെപ്ത് ഫോർ ദ ഡ്രാഫ്റ്റ് ഓഫ് വെസൽ വിസിറ്റിംഗ് ദ ഹാർബർ. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫക്റ്റിൻ്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് കൺസിഡർ ചെയ്താൽ മതി. അതായത് ഏറ്റവും വലിയ ഷിപ്പ് വന്നാലും അത് ഹാർബറിൻ്റെ അകത്ത് നന്നായിട്ട് ആങ്കർ ചെയ്യാൻ പറ്റണം. അപ്പോൾ ആങ്കർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവിടെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള വാട്ടർ ഡെപ്ത് ഉണ്ടെങ്കിൽ ആ വെസൽസിനൊക്കെ അവിടെ വന്നിട്ട് ആങ്കർ ചെയ്യാൻ പറ്റുള്ളൂ. ഷുഡ് ഹാവ് സെക്യൂർഡ് ആങ്കറേജ് ടു ഹോൾഡ് ദ ഷിപ്പ് അഗെയിൻസ്റ്റ് ഫോഴ്സ് ഓഫ് ഹൈ ടൈഡ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഹാർബറിൻ്റെ അകത്ത് വെയ്വ്സും വിൻഡും ഒന്നും അടിക്കില്ല എന്ന് പറഞ്ഞാലും ഇതെല്ലാം വെള്ളത്തിൽ തന്നെയാണ് കിടക്കുന്നത്. കുറച്ച് ഹൈ ടൈഡൊക്കെ നമുക്ക് എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യണം, ഇപ്പോൾ കൊടുങ്കാറ്റൊക്കെ വരുമ്പോഴാണെങ്കിൽ പോലും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാലും വന്നേക്കുന്ന ഷിപ്സൊക്കെ നന്നായിട്ട് ആങ്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഷിപ്സൊക്കെ തമ്മിൽ കൊളൈഡ് ചെയ്യാതെ സേഫായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ആങ്കറേജ് ഫെസിലിറ്റി ഹാർബറിൽ ഉണ്ടാവണം. ദ ബ്രേക്ക് വാട്ടർ മസ്റ്റ് പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഡിസ്ട്രക്റ്റീവ് വേവ് ആക്ഷൻ. അപ്പോൾ നമ്മൾ ആ ഹാർബറിൻ്റെ സൈഡിൽ കൊടുക്കുന്ന ബ്രേക്ക് വാട്ടർ ഹെവി ആയിട്ടുള്ള വേവ്സ് വന്നാലും ആ ഹാർബറിൻ്റെ അകത്തുള്ള ഷിപ്സിനെയും ബോട്ട്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് വേണം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ. ദ എൻട്രൻസ് ഷുഡ് ബി ഇനഫ് വൈഡ് ഫോർ പാസേജ് ഓഫ് ഷിപ്സ് ആൻഡ് എ നാരോ ടു പ്രൊട്ടക്ട് ഫ്രം സ്റ്റോം. അപ്പോൾ ഷിപ്സിൻ്റെ എൻട്രിക്ക് ആവശ്യമായിട്ടുള്ള എൻട്രൻസ് വേണം, എന്നാൽ
ഹെവി വേവ്സ് ഒന്നും അകത്തേക്ക് കയറാത്ത രീതിയിൽ അത് അത്യാവശ്യം നാരോ ആയിരിക്കും. അതായത് എൻട്രൻസ് ഡിസൈൻ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടത് ഏറ്റവും വലിയ ഷിപ്പ്, ഈ ഹാർബറിലേക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ ഷിപ്പിൻ്റെ സൈസ് എത്രയാണോ അത് ഈസി ആയിട്ട് കയറി പോകണം. അത്രയും സ്പേസ് അതിൻ്റെ എൻട്രൻസിൽ ഇടാവും. ഇത്രയൊക്കെയാണ് നമ്മൾ ഒരു നല്ല ഹാർബറിൻ്റെ ബേസിക് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലാസ്റ്റ് വൺ, ഷിപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഷിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈപ്സ് ഓഫ് വെസൽസ് ലൈക്ലി ടു വിസിറ്റ് ദ ഹാർബർ വിൽ ഡിറ്റർമൈൻ ദ ലാൻഡ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ഷിപ്പാണോ ആ ഹാർബറിൽ വരാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾ ഹാർബറിൻ്റെ പ്ലാനിങ് സ്റ്റേജിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. കാരണം ഇപ്പോൾ ഒരു ഫിഷറി ഹാർബർ ആണെങ്കിൽ അതൊരു ഫിഷിംഗ് പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഏതൊക്കെ ടൈപ്പ് ഷിപ്സോ ബോട്ട്സോ വരും അത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ഹാർബർ ആണെങ്കിൽ വലിയ വലിയ കണ്ടെയ്നർ ഷിപ്പുകളൊക്കെ വരും. അപ്പോൾ അതിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി റിക്വയർമെൻറ്റ്സ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അടുത്ത ഡെപ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ചാനൽ ഡിപ്പെൻഡിങ് ഓൺ ദ ഡയമെൻഷൻ ഓഫ് ലാർജസ്റ്റ് വെസൽ ലൈക്ലി ടു യൂസ് ദ വാട്ടർ വേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഹാർബറിനകത്ത് എത്ര ഡെപ്തും എത്ര വിഡ്ത്തിലുമാണ് നമ്മൾ ഓരോ ഷിപ്പിനും പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട അല്ലെങ്കിൽ ആ ഒരു ഡിസൈൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഹാർബറിൽ വരാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ ഷിപ്പ് ഏതാണോ ആ ഷിപ്പിന് ഈസി ആയിട്ട് ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡെപ്തും വിഡ്ത്തും കാര്യങ്ങളൊക്കെ അവിടുത്തെ ഓരോ പാർട്സിനും വേണം. അടുത്തത് ക്വാണ്ടിറ്റി ഓഫ് ട്രാഫിക് അറ്റ് ദ ഹാർബർ ഡിറ്റർമൈൻ വെദർ ദ ചാനൽ ഷുഡ് ബി സിംഗിൾ ലൈൻ ഓർ ഡബിൾ ലൈൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ഹാർബറിൻ്റെ അകത്ത് എത്രത്തോളം ഷിപ്പുകളാണ് അറ്റ് എ ടൈം വരാൻ പോകുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അതൊരു സിംഗിൾ ലൈൻ വേണോ ഡബിൾ ലൈൻ വേണോ എന്ന് ചിന്തിക്കുന്നത്. സിംഗിൾ ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻട്രൻസും എക്സിറ്റും ഒരേ പോയിന്റിൽ കൂടി ആയിരിക്കും. ഡബിൾ ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻട്രൻസിന് ഒരു ഓപ്പണിംഗ് ഉണ്ടാവും, എക്സിറ്റിന് വേറൊരു ഓപ്പണിംഗ് ഉണ്ടാവും. ഇപ്പോൾ ഒരുപാട് ട്രാഫിക് ഒരുപാട് ഷിപ്സൊക്കെ വരുന്ന ഹാർബർ ആണെങ്കിൽ ഡബിൾ ലൈനേ പറ്റത്തുള്ളൂ. ഒരു അറ്റത്തുകൂടി എൻ്റർ ചെയ്ത് അപ്പുറത്തെ അറ്റത്തുകൂടി പോവാം. അപ്പോൾ നമുക്ക് കൺജഷൻസൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു ഹാർബർ ഡിസൈൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്.